ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദാനിയേൽ 3:25 വായിക്കുന്നു. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെ കൂടി വന്ന പുരുഷാരം വീണ് നമസ്കരിച്ചപ്പോൾ ദാനിയേലിൻ്റെ കൂട്ടുകാരായ 3 എബ്രായ യുവാക്കൾ അതിന് തയ്യാറായില്ല. തൻ്റെ കൽപ്പന ലംഘിച്ച യുവാക്കളെ കെട്ടിയിട്ട് അമിതമായ ചൂടായ ഒരു ചൂളയിലേക്ക് എറിയുവാൻ ഉത്തരവിട്ടു. രാജാവ് ഭ്രമിച്ചു പോകത്തക്ക നിലവാരത്തിൽ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നതായി കാണുന്നു. 4-മത്തെ വ്യക്തി ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്നാണ് രാജാവ് പറഞ്ഞത്. തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ മേൽ ജീവനുള്ള ദൈവത്തിൻ്റെ അതിശയകരമായ സംരക്ഷണത്തെയും പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നവർക്ക് പ്രത്യാശയും മോചനവും നൽകുന്ന ദൈവത്തെ നാം ഇവിടെ കാണുന്നു. പ്രിയ ദൈവവേദലേ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ സംഭവം എല്ലാ വിശ്വാസികൾക്കും പ്രത്യാശ നൽകുന്ന ഒന്നാണ്. പ്രതിസന്ധികളിൽ നാം ഒറ്റയ്ക്കല്ല, ഏതവസ്ഥയിലും നമ്മെ സംരക്ഷിച്ച് കർത്താവ് പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. സത്യദൈവത്തിന്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവരുടെ അവസ്ഥയിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. എരിയുന്ന തീയിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്ന എബ്രായ ബാലന്മാരെ പുറത്തു വരുവാൻ കൽപ്പിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് വിജാതീയനായ രാജാവാണ്. ഇവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്നും തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്തു തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ എന്ന് സാക്ഷീകരിക്കുവാനിടയായി. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സത്യസുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച് അനവധി പരിശോധനകളിൽ കൂടി കടന്നു പോകുന്ന പ്രിയ ദൈവത്തിലെ കർത്താവ് കൂടെയുണ്ട്. അവൻ നിന്നെ വിടുവിച്ച് സംരക്ഷിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us.